ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂടാക്ട് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ദ സോളിഡ് സ്റ്റേറ്റ് ആണ്. മാറ്ററിന് 7 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളിൽ കൂടുതൽ വസ്തുക്കളും ഏത് സ്റ്റേറ്റിലാണുള്ളത്? സോളിഡ് സ്റ്റേറ്റിലല്ലേ. ഇനി എന്താണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ്? The general properties of solids are they have definite volume, they have definite shape, they have high density, they have definite melting point, they do not flow. These are the general properties of solids. ഇനി സോളിഡ്സിൻ്റെ ഈ പ്രോപ്പർട്ടീസിന് അതിൻ്റെ സ്ട്രക്ചറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്. കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, ഓർ മോളിക്യൂൾസ് ആവാം. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് സോളിഡ്സിൻ്റെ സ്ട്രക്ചർ, അതായത് അതിൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഗോൾഡിൻ്റെ ഒരു ഓർണമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഗോൾഡിൻ്റെ ആറ്റംസ് ഉണ്ട്. ഇനി നമ്മൾ ടേബിൾ സോൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ, അതിൽ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്? സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും. നമ്മൾ രണ്ട് സിറ്റുവേഷൻ കണ്ടു. ഒന്ന് ആറ്റംസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നതും, രണ്ട് അയോൺസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നതും. അപ്പോൾ ഒരു സോളിഡിൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുതന്നെയാണ്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് സോളിഡ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഓരോ സോളിഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ടൈപ്സ് സോളിഡ്സ് ഉണ്ട് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ ദിയർ സ്ട്രക്ചർ. We can classify solids into two. They are crystalline solids and amorphous solids. Based on their structure, solids can be classified into two. They are crystalline solids and amorphous solids. ഇനി നമുക്ക് നോക്കാം ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അമോർഫസ് സോളിഡ്സിൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർലി മാനർ. അതായത് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് നമുക്ക് ചെറിയ സർക്കിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഓർഡറിലായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉറുമ്പുകളൊക്കെ വരി വരിയായിട്ട് ഏകദേശം ഒരേ ഡിസ്റ്റൻസിൽ പോവുകയാണ്. ഒരു ഓർഡറായിട്ടാണ് അവരുടെ മൂവ്മെൻറ്റ്. അത് എന്തിനാ ടേം ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നുള്ള ടേം മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അത് ഏത് തരം ഒരു ഓർഡറായിട്ടുള്ളത് ഏത് തരം സോളിഡ്സ് ആണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇനി എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഉറുമ്പുകൾ പോകുന്നത് എങ്ങനെയായിരിക്കും? ഒരു റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടാവും, ലൈക്ക് ദിസ്. ഈ രണ്ട് ടേമും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്ന്, ഫസ്റ്റ് സിറ്റുവേഷനിൽ നല്ല ഓർഡറായിട്ട് പോകുന്ന ഉറുമ്പുകൾ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഉറുമ്പുകൾ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്?
കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർലി മാനർ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പറയാം ലോങ് റേഞ്ച് ഓർഡറാണ് ഉള്ളത്. Constant particles are arranged in a definite orderly manner. So, crystalline solids have long range order. അപ്പോൾ amorphous solidsന് എങ്ങനെയായിരിക്കും? ഷോർട്ട് റേഞ്ച് ഓർഡർ. അതായത് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഷോർട്ട് റേഞ്ചിലാണ്. സോ ഷോർട്ട് റേഞ്ച് ഓർഡർ. Second difference, they have sharp melting point. Crystalline solids have sharp melting point. Amorphous solids ne no sharp melting point. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത് സോഡിയം ക്ലോറൈഡ്, NaCl, ഡയമണ്ട്. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇനി അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത് പ്ലാസ്റ്റിക്, ഗ്ലാസ്, എക്സെട്ര. ഇനി തേർഡ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് crystalline solids are anisotropic in nature. Anisotropic means the physical properties. ഏതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് crystalline solids are different in different directions. So we can say crystalline solids are anisotropic in nature. അപ്പോൾ amorphous solids എങ്ങനെയായിരിക്കും? Isotropic. What do you mean by isotropic? Physical properties are same in different directions. So amorphous solids are isotropic in nature. Then crystalline solids are anisotropic in nature. Anisotropic means the physical properties are different in different directions. So crystalline solids are anisotropic. Amorphous solids, they are isotropic. Then crystalline solids കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഓർഡർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ റിയൽ സോളിഡ്സ്. സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായി കാണിക്കുന്നതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. സോ വി ക്യാൻ സേ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ റിയൽ സോളിഡ്സ്. അപ്പോൾ അമോർഫസ് സോളിഡ്സ് എന്തായിരിക്കും? ദേ ആർ നോട്ട് റിയൽ സോളിഡ്സ്. വി ക്യാൻ സേ amorphous solids are pseudo solids. Crystalline solids are real solids. Amorphous solids are pseudo solids. Real solids എന്ന് പറയാൻ കാരണം crystalline സോളിഡ്സിൻ്റെതായ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ amorphous solids are called pseudo solids. Pseudo means fake. They are fake solids എന്ന് പറയാൻ കാരണം ചില സമയങ്ങളിൽ അമോർഫസ് സോളിഡ്സിൻ്റെതായ പ്രോപ്പർട്ടിയിൽ നിന്നും വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക്കും ഗ്ലാസും അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിളാണ്. ഇതിൽ ഗ്ലാസിൻ്റെ ഒരു നേച്ചറാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിൻഡോസിൻ്റെയൊക്കെ ടോപ്പിനേക്കാളും ബോട്ടത്തിന് കട്ടി കുറച്ച് കൂടുതലായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഗ്ലാസ്സിനൊരു ഫ്ലോയിങ് നേച്ചറുണ്ട്. അതായത് സ്ലോ പ്രോസസ്സാണ്, ഫ്ലോ ചെയ്ത് താഴേക്ക് എത്തുന്നത് ഒരു സ്ലോ പ്രോസസ്സാണെങ്കിൽ കൂടി അതിനൊരു ഫ്ലോയിങ് നേച്ചറുണ്ട് എന്ന അടിസ്ഥാനമാക്കി അമോർഫസ് സോളിഡ്സിനെ സ്യൂഡോ സോളിഡ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഫേക്ക് സോളിഡ്സ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്
ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റെഗുലർ ക്ലീവേജ് കിട്ടുന്നു. അതായത് കട്ട് ചെയ്യുമ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന രണ്ട് പീസിൻ്റെയും സർഫസ് എന്ന് പറയുന്നത്, കട്ട് ചെയ്ത ആ പോർഷൻ എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും. പക്ഷേ അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ക്ലീവേജ് ആണുള്ളത്. ഒരു സ്മൂത്ത് സർഫസ് ആയിരിക്കില്ല ക്ലീവേജിന് ശേഷം കിട്ടുന്ന പീസസ്. These are the main differences between crystalline solids and amorphous solids. Crystalline solids എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് നല്ല ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അമോർഫസ് സോളിഡ്സിലാണെങ്കിൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് റാൻഡം ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓർഡറായിട്ടാണ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏതിൽ? ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ആണെന്ന് പറയാം. അമോർഫസ് സോളിഡ്സിന് ഷോർട്ട് റേഞ്ച് ഓർഡർ, ബിക്കോസ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഒരു റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അമോർഫസ് സോളിഡ്സിൽ ഓർഡർ ആയിട്ട് അല്ല, അതുകൊണ്ട് ഷോർട്ട് റേഞ്ച് ഓർഡർ. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആണുള്ളത്. അമോർഫസ് സോളിഡ്സിന് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനിസോട്രോപ്പിക് എന്ന് പറയുന്നു. കാരണം ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അതുകൊണ്ടാണ് അനിസോട്രോപ്പിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. പക്ഷേ അമോർഫസ് സോളിഡ്സ് ദേ ആർ ഐസോട്രോപ്പിക്. അതിന് ഡിഫറെൻറ്റ് ഡയറക്ഷനിലും നോക്കിയാലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് റിയൽ സോളിഡ്സ് ആണ്. കാരണം ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെതായ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നില്ല. ഈ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് സ്യൂഡോ സോളിഡ്സ് ആണ്. സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത് ഫേക്ക് സോളിഡ്സ് എന്നാണ് സ്യൂഡോ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്യൂഡോ മീൻസ് സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാൻ കാരണം സോളിഡ്സിൻ്റെ ചില പ്രോപ്പർട്ടീസിൽ നിന്ന് അമോർഫസ് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിന് ഡിഫറൻസ് ഉണ്ട്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഗുലർ ക്ലീവേജ് കിട്ടുന്നു. റെഗുലർ ക്ലീവേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്ന ആ പീസസിൻ്റെ സർഫസിന് അരികിന് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും. പക്ഷേ അമോർഫസ് സോളിഡിൻ്റെ കേസിൽ ഒരു ഇറഗുലർ ആയിട്ടായിരിക്കും ആ ക്ലീവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പീസസ്. ഇനി എക്സാമ്പിൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് NaCl, ഡയമണ്ട് ഒക്കെയാണ്. അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ് പ്ലാസ്റ്റിക്, ഗ്ലാസ്, എക്സെട്ര. ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക.